അപ്പം നമ്മൾ 2016 വീണ്ടും ഇതിലേക്ക് വരുമ്പോൾ ഒരു ബിടെക്കിന് കുറച്ച് അരിയേഴ്സൊക്കെ ഉണ്ടായി. ആ സമയത്ത് അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ആ ബിടെക് പഠനകാലത്ത് എവിടെയൊക്കെ കുറച്ച് നമ്മൾ ഉഴപ്പിത്തല്ലിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഇതിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്ര 10:30 വരെ ഇരുന്ന് രാത്രി 10:30 വരെ നമ്മുടെ ലൈബ്രറി യൂസ് ചെയ്യുക, ആ സിസ്റ്റത്തിലേക്ക് എങ്ങനെയായിരുന്നു പെട്ടെന്നൊരു സ്വിച്ച് ഓവർ പറ്റിയത്? അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണോ ഒരു കാരണം? അറ്റ്മോസ്ഫിയർ ഒരു കാര്യം തന്നെയാണ്. പിന്നെ അല്ലാതെ തന്നെ ഓൾറെഡി ഞാൻ കോളേജിൻ്റെ ലാസ്റ്റ് ഇയറിലൊക്കെയാണ് സിവിൽ സർവീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ കുറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ റാങ്ക് കിട്ടിയിട്ടുള്ള എല്ലാവരും പറയുന്നത് ഡെയിലി ഞാൻ 10 hours 12 hours പഠിക്കുന്നു. അപ്പം ആ സമയത്ത് കോളേജിൽ പഠിച്ചിരുന്നത് എക്സാമിന്റെ തലേ ദിവസം ജസ്റ്റ് ഫോട്ടോകോപ്പി നമ്മൾ കളക്ട് ചെയ്ത് പക്ഷെ ഇതിപ്പോ 10 hours 12 hours പഠിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് സംശയമായിരുന്നു. ഇത് അത്രയും നേരം കണ്ടിന്യൂസ് ഇരിക്കുന്ന എങ്ങനെയാണ് പഠിക്കുന്നത് സംശയമായിരുന്നു. പിന്നെ ട്രാക്കിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് വന്നു. കാരണം സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് ഒരു ഓർമ്മയുണ്ട്, സ്റ്റാർട്ടിങ് ഫേസിലൊക്കെ ഫസ്റ്റ് മന്ത് ഒക്കെ ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി മാത്രം 3 to 4 hours എടുത്തിരുന്നു, നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. പക്ഷെ പിന്നീട് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പർ റീഡിങ്സിന്റെ ടൈം കുറയ്ക്കാൻ സാധിച്ചു. പിന്നെ കുറെ പുസ്തകങ്ങൾ വായിക്കാനുണ്ട്, സ്വാഭാവികമായിട്ട് പുസ്തകങ്ങൾ വായിക്കും. പിന്നെ ആ ഒരു ഡൽഹിയിലായതുകൊണ്ടായിരിക്കും അറ്റ്മോസ്ഫിയർ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരുന്നു. എല്ലാവരും ലൈബ്രറിയിൽ എല്ലാവരും വായിക്കുന്നു, എല്ലാവരും വേറെ വേറെ സോഴ്സസ് നോക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ വായിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വെറുതെ വേണ്ടെന്നുള്ള ഒരു വാഷിംഗ് കൂടി ഉണ്ടായിരുന്നു.